പി ജയരാജന് ജയിൽ ഉപദേശക സമിതിയിൽ മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാതായെന്ന് ആർഎസ്പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ എം പി. ജയിലിൽ കൊലക്കേസ് പ്രതികളെ കാണാൻ പോയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം. ജയിലിൽ പ്രതികൾക്ക് സ്വീകരണം നൽകിയത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ നിശിത വിമർശനമാണ് ആർഎസ്പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉയർത്തിയത്. ജയിൽ ഉപദേശക സമിതി സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും പ്രവർത്തിക്കാൻ യോഗ്യതയില്ല എന്ന് പി ജയരാജൻ തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. പൊതുരംഗത്ത് പോലും നിൽക്കാനുള്ള ധാർമ്മികമായ യോഗ്യത പി ജയരാജനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതി അംഗമായിരിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അദ്ദേഹത്തിന് ജയിൽ ഉപദേശക സമിതിയിൽ പോയിട്ട് ഒരു ഗവൺമെൻറ് ബോഡിയിലും ഒരു നിയമാനുസൃതമായി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അധികാര സമിതിയിലും അംഗമായിരിക്കാനുള്ള യോഗ്യത പി ജയരാജനില്ല. കാരണം കോടതിയാണ്. നിങ്ങൾക്ക് അപ്പീൽ പോകാം. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ, നിരപരാധികളാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരായി അപ്പീൽ പോകാനും റിവ്യൂ പോകാനും റിവിഷൻ പോകാനും ഒക്കെ രാജ്യത്തെ നിയമമനുസരിച്ച് അവകാശമുണ്ടെന്നിരിക്കെ വിചാരണ നടത്തി, വിസ്താരം നടത്തി, വാദം നടത്തി കുറ്റക്കാരാണ് എന്ന് അസന്നിഗ്ധമായി 24 പേരിൽ 10 പേരെ വെറുതെ വിട്ട് 14 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ട് വേറിട്ട ശിക്ഷ വിധിച്ച കോടതി വിധിയെ ഞങ്ങൾക്ക് രോമത്തിന് വില പോലുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ പി ജയരാജൻ പോയി അഭിവാദ്യമർപ്പിച്ചത്, CPM അഭിവാദ്യമർപ്പിച്ചത്? അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജയിൽ ഉപദേശക സമിതിയിൽ തുടരാൻ കഴിയുന്നത്? പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ സന്ദർശിച്ചത് കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇത് നിയമവാഴ്ചയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കോടതിയോടും കോടതി വ്യവസ്ഥയോടും നിയമവാഴ്ചയോടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇത്രയും പ്രാകൃതമായ ക്രിമിനൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊലപാതക സംഘത്തിന് അഭിവാദ്യം പ്രഖ്യാപിക്കാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, നിയമവാഴ്ചയിൽ വിശ്വാസമില്ല, അവർ പാർട്ടി വാഴ്ചയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ക്രിമിനൽ, കൊട്ടേഷൻ, അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി തീരുമാനിച്ചത് നിലവിലെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ടാകാമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.